ഹലോ. അപ്പോൾ ഇന്നൊരു യാത്രയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ എങ്ങോട്ടും അല്ല. ഞങ്ങളുടെ കുറേ നേരത്തെ ഒരാഗ്രഹമായിരുന്നു ഗുരുവായൂർ പോകണമെന്ന്. അപ്പോൾ ഇപ്പോഴാണൊന്ന് സാധിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കുകയാണ്. ഞാനൊരു സിമ്പിൾ ഒരു പഴയ ചുരിദാറൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഒരു ഫേസ് ക്രീം മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത്. വേറെ ഒന്നും കൊണ്ടല്ല, ചുമ്മാ ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇറങ്ങാറായപ്പോഴത്തേന് ദേ അച്ഛൻ 2 കപ്പലണ്ടി മുട്ടായി കൊണ്ട് തന്നെ. ഒരെണ്ണം കിച്ചുവിനും കൊടുക്കണം, ഒരെണ്ണം ഞങ്ങളും എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ട്രെയിനിൽ ഇരുന്നല്ലേ പോകുന്നത്, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ വരുന്നില്ല, ജോലിയുള്ളതുകൊണ്ട് അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ചേട്ടൻ കുറച്ച് ലഡു കൊണ്ടുവന്നു, അത് കഴിച്ചു. പിന്നെ അമ്മ അത് തെരളിയും അതേപോലെ കട്ടൻ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ വിശക്കം വരുന്ന കഴിക്കാൻ വേണ്ടി. പിന്നെ ഗുരുവായൂരപ്പന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് മഞ്ചാടി രാവിലെ വാരി വൃത്തിയാക്കി വെച്ചു. ഇത് അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ, അമ്മയുടെ ഡ്രസ്സൊക്കെയാണ്. അമ്മ തിരിച്ചു വരുമ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇറങ്ങുന്നുണ്ട് എറണാകുളത്ത്. അങ്ങനെ എൻ്റെ റൂമൊക്കെ ഞാൻ അലങ്കോലമാക്കിയിട്ട് റൂമിനോട് ബായി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റൂം പൂട്ടി ഇറങ്ങി. കുറച്ച് ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1 മണിക്കൂർ മുന്നേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. 7 മണി കഴിഞ്ഞിട്ട് ഒരു ട്രെയിനുണ്ട്, അതേപോലെ 8 മണിക്കും ഒരു ട്രെയിനുണ്ട്. ഞങ്ങൾ 7 മണിക്കത്തേനകത്ത് പോകാമെന്ന് വെച്ചപ്പോഴത്തേന് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. ചെന്ന് നിന്നപ്പോൾ തന്നെ ഇത്രയും തിരക്കുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ വന്നപ്പോഴത്തേന് എവിടെ നിന്നും അറിയത്തില്ല, ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു. ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലുള്ള സ്ഥലം ഇതിനകത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് പോകാൻ ഞാനും അമ്മയും ചേട്ടനും അതേകണക്ക് അളിയനുമാണ്. പിന്നെ അങ്കമാലി എത്തുമ്പോഴത്തേനും ചേച്ചിയും കൊച്ചും അവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ കയറുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കരുനാഗപ്പള്ളി അക്വേറിയമാണ് കേട്ടോ. അതൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ട്രെയിൻ വന്നു തുടങ്ങി. അതിനകത്ത് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കയറിയപ്പോഴത്തേന് ഫുള്ളായി. പക്ഷേ നിൽക്കാനൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. പിന്നെ ചങ്ങനാശ്ശേരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സുഖമായിട്ടിരുന്ന് പോയി. എനിക്ക് സൈഡ് സീറ്റാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് വിശന്നു. ഞാൻ പിന്നെ കുറച്ച് കട്ടൻ ചായയും ഒരു തെരളി എടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഞാനും ചേട്ടനും അടുത്തടുത്താണ് ഇരുന്നത്. അമ്മ അപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. ഞാൻ സൈഡ് സീറ്റൊക്കെ അങ്ങ് പിടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോൾ നമ്മുടെ മുഖം ആരും കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തലവഴി ഷാളൊക്കെ ഇട്ടു. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. എന്തോ ഒരു നമ്മളില്ല റൈഡിന് പോകുന്ന കണക്കായിരുന്നു. ട്രെയിനിൻ്റെ ഒരു കുലുക്കോ അത് കണക്ക് ആൾക്കാർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ള ബഹളമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു വെളുപ്പിലെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഗുരുവായൂരെത്തി. ചേട്ടൻ ദേ മുന്നേ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിനകത്ത് പോകാൻ വേണ്ടി താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് അത്രയ്ക്ക് വയ്യ, കുഴഞ്ഞെല്ലാവരും. അങ്കമാലിയിൽ നിന്ന് അവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും അന്നേരം ഇല്ലായിരുന്നു. ഇപ്പോൾ സമയം 2:30 ആയി. ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് ഓട്ടോ വിളിക്കാനാണ് കേട്ടോ. ഇവിടെ നിന്ന് ഓട്ടോയിലാണ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തുന്നത്. അപ്പോൾ 2 ഓട്ടോ വിളിച്ചു. ആൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടോയ്ക്കകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം ഞങ്ങൾ 4 പേരെ കൊണ്ടാക്കിയതിന് ശേഷമാണ് രണ്ടാമത് വീണ്ടും ഓട്ടോ വന്ന് ആ ഓട്ടോ തന്നെ ഞങ്ങളെ വന്ന് പിക്ക് ചെയ്തത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ കുടുംബശ്രീയുടെ ഒരു ബിൽഡിങ്ങിൽ കയറി ഞങ്ങളൊന്ന് ഫ്രഷായി റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴത്തേന് ചേട്ടൻ കുറച്ച് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വന്നു, അത് വെച്ചു. പിന്നീട് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അമ്പലത്തിൽ കയറി. 3:30ക്ക് ഞങ്ങൾ തൊഴാൻ കയറി. ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് ഒരു 1 മണിയോളം ആയപ്പോഴത്തേക്കിനായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആകപ്പാടെ ക്ഷീണിച്ചൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ നേർച്ച കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചേക്കാമെന്ന്, എന്നുവെച്ചാൽ താലി കെട്ടുകയല്ല, അല്ലാതെ മാല ഇടാന്നുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ അത് കഴിഞ്ഞു. വിശന്ന് ഒരു പരുവത്തിൽ നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു. അമ്മയാണ് ഞങ്ങൾക്ക് കൈ പിടിച്ച് തന്നത്. ക്യൂവിലിരുന്ന് ഒരുപാട് നേരം ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നു. വെളുപ്പിലെ 3:30ക്ക് കയറി 10 മണിക്കാണ് ദൈവത്തെ കാണാൻ തന്നെ പറ്റിയത്. പിന്നെ അകത്ത് കയറി തൊഴുത് ഇറങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും 1 മണി 1:30 ആയി. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേന്. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അവിടെ ഒരു ചേച്ചി ആൻറ്റി വന്ന് ഞങ്ങളുടെ ഫോട്ടോസ് എടുത്ത് തരണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ആരാ എന്താണെന്ന് അറിയില്ല. എന്തായാലും താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കണ്ടപ്പോഴത്തേനാണെന്ന് തോന്നുന്നു ചേച്ചിക്കും അളിയനും കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ കിച്ചുവാണ് കേട്ടോ ഇടയ്ക്ക് നിന്നത്. അങ്ങനെ അവരുടെ കല്യാണം കഴിച്ചു. ഇത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. മസാല ദോശയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ഒന്നും പറയാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാനും ചേട്ടനും ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അമ്മ അങ്ങ് ചേച്ചിയുടെ കൂടെ അങ്കമാലി പോയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ തൃശ്ശൂരിൽ നിന്ന് അടുത്ത ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞത് എൻ്റെ വീഡിയോ എടുക്കണ്ട, ഞാൻ കുഴഞ്ഞിരിക്കുകയാണെന്ന്. അങ്ങനെ ഇരുന്ന ഒരു 2:30 പിന്നെ ട്രെയിൻ വന്നു. എനിക്ക് ഓടാനൊന്നും വയ്യ. ഞാൻ പറഞ്ഞു പോയി സീറ്റ് പിടിക്ക്, ഞാനിവിടെ അങ്ങനെ പയ്യെ അങ്ങ് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. അന്നേരം എനിക്ക് സൈഡ് സീറ്റാണ് കിട്ടിയത്. സീറ്റ് കിട്ടിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാം ഒരു പുക പോലെയായിരുന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കരുനാഗപ്പള്ളി എത്തി. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.